ശരി കറണ്ട് ചായ എന്താ പ്രതിപെട്ട ആകെ പ്രശ്നം കേട്ടോ. എന്താണ് കുറുവങ്കാട് ഭയങ്കര പ്രശ്നം കൊണ്ടിരിക്കണോ. മിഞ്ഞാന്ന് പുല്ലരിയാൻ പോയ ജോസേട്ടനെ യശി ഓടിച്ചിട്ടുണ്ട്. അതിപ്പോ വീണ്ടും വന്നത് എന്നും പ്രശ്നമാണ് ഇത്. എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്യാ നമ്മള്? ഇന്നലെ ജോസ് പുല്ലരിയാൻ പോയപ്പോ ഓടിച്ചു പറഞ്ഞിട്ട് അതന്നെ ഞാൻ പറഞ്ഞത് ജോസിന്റെ കാര്യം. പകല് ഇറങ്ങുന്നുണ്ട്. അടുത്ത് 3 ആളാ മരിച്ചത് യശിനെ കണ്ടു പേടിച്ചിട്ടേ. അതൊക്കെ രാത്രിയായിരുന്നു ശല്യം. ഇതിപ്പോ പോകാനേ പറ്റുന്നില്ല. ഇതിപ്പോ നമുക്ക് പോയി കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. യക്ഷിയല്ലേ. എവിടെ പോയിട്ടാ കേസ് കൊടുക്കാം? ഞാൻ 5 മണിക്ക് തന്നെ കടയടക്കല യക്ഷി കാരണം. എല്ലാരും വൈകുന്നേരമായി കഴിഞ്ഞ ടൗണിൽ ആളില്ല, എല്ലാരും പോവാണ്. പിന്നെ എന്തെങ്കിലും പോകുമ്പോഴുണ്ടോ? ആ വൈക്കിന് ആർക്കും പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാന്? ദേഷ്യല്ലേ? അതാണ് ഭീകര രൂപ എന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെ ഉണ്ടോ? ചിലർ ഭയങ്കര ഭീകരത, ചിലർ പറയും നല്ല എന്താ സൗന്ദര്യമുള്ള ഒരാളും. യക്ഷി വേറെ കാര്യം പല രൂപത്തിലും വരും. എല്ലാരും പേടിച്ചാ മരിച്ചിരുന്നത്. എന്നാലും ശരി, എന്നാ കാണാം കേട്ടോ. ഞാനിപ്പോ ആ റൂട്ടിലേക്ക് വേഗം നോക്ക്. എന്നാ നീക്ക് ഞാനുണ്ട്. എന്നാ വരും. അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ? എന്ത്? ആദ്യം രക്ഷിക്കാട്ട് ഓടി കയറിക്കണ്. അതെ. എടാ അവിടെ പോലും തിരിച്ചു വന്ന് എനിക്ക് അറിയില്ലേ? എന്തപ്പോ ചെയ്യാ? എന്താ സംഭവം? എന്താ? അയാള് 2 പെണ്ണുങ്ങളല്ല, 2 പെണ്ണുങ്ങളോട് അയാൾ കച്ചറ കൂടിയിട്ട് ആ കുറവങ്കാട്ട് കണ്ട് ഓടി കയറിക്കണം. അവിടെ പോയ ആരും തിരിച്ചു വന്നിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ നമ്മള്? എന്തിനും വഴിയുണ്ട്, നമുക്ക് പോയി നോക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ മെമ്പറോടൊന്ന് പോയി പറഞ്ഞിട്ട് ആ ഫോറസ്റ്റുകാരോടൊന്ന് പറയാൻ പറയും. മെമ്പറോട് പറഞ്ഞിട്ടില്ല, മെമ്പർ ആദ്യം ഓടും. പറഞ്ഞോക്കെ ഞാൻ പറയുമ്പോ ഒന്ന് പറഞ്ഞോക്കെ എന്തെങ്കിലും വഴി ഉണ്ടോ? ആയിക്കോട്ടെ, ഞാൻ നോക്കാം. ഈ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്ക്. ആയിക്കോട്ടെ, ഞങ്ങൾ നോക്കട്ടെ. നമുക്കൊന്ന് സംഭവം നോക്കാം, എന്താ കാര്യം ചെയ്യല്ലോ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. രണ്ട് മുക്കിങ്ങളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ കണി കാണാൻ കിട്ടൂല ഇനി ഒരിക്കൽ. ഇങ്ങോടാ കളി. പഠിച്ചോനെ ഒരാവേശത്തിന് പാഞ്ഞ് കയറിയും ചെയ്ത് ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. എന്താ പിന്നെ കാട്ടുക? പഠിച്ചോനെ എന്താ ഒച്ചയും പുളിയൊക്കെ? ഇപ്പൊ ആകുമോ? പഠിച്ചോനെ ആരപ്പം വണ്ടിയത്? ഒരു സുന്ദരി പെണ്ണാണല്ലോ. എച്ചറ്റാണ് റബ്ബേ. അല്ല, ഞാൻ ഇപ്പം എന്തോ അൽക്കാക്കാ പേടിച്ചണേ. ഞാൻ ആചാരല്ലേ, ഞാനങ്ങനെ പേടിത്തോണ്ടനൊന്നല്ലല്ലോ. ഒരു പേടിയില്ല അവിടെ. ആഹാ, ഏതാ അജ്ജ്? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് യക്ഷിയോ? എനിക്ക് മനസ്സിലായില്ല. ഞാനാണ് ഈ കാട്ടിൽ വരുന്നവരുടെ രക്തം കുടിക്കുന്ന രക്തരക്ഷസ്. ഏതാപ്പ ഈ രക്ഷച്ച്? എന്താണ് ചിരിക്കുന്നത്? ഞാൻ യക്ഷിയാണ്, നിനക്ക് മനസ്സിലായില്ലേ? യക്ഷിയാണല്ലേ? അപ്പൊ എനിക്ക് ഇഞ്ഞ മനസ്സിലായിക്കണോ? ഞാൻ ആചാര്. ആചാരോ? ആചാര്. ഞാൻ യക്ഷിയാണ്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് പേടിയില്ല? അന്നെ കണ്ടിട്ട് പേടിയാകെ? അന്നെ കണ്ടിട്ട് ഇപ്പൊ ചിറിയാ പറ്റേ. ഞാൻ 5 വലിയ 2 യക്ഷിയാളെ നടുവിൽ കടന്നിട്ടാ വരുന്നത്. എന്നിട്ട് ഇച്ച് പേടിയായിട്ടില്ല. എന്നിട്ട് അപ്പൊ എന്റെ ഈ കോലത്തിലൊരു യക്ഷി പോയേ അവിടുന്ന്. 2 ആളോ? അത് ഏത് യക്ഷിയാളാ? ഏടി പമ്പറന്നോളെ, ഇച്ചി 2 പെണ്ണുങ്ങളല്ലത്. ആഴ്ചമീൻ കാതിയമീൻ ഓലിലാറ് വലിയ യക്ഷിയാളുണ്ടോ? എനിക്കറിയില്ല. അതൊക്കെ പോട്ടെ. ഞാൻ ഇപ്പം വന്നപ്പോ വേറെ 2 പമ്പറന്നോളുകൾ ഇതിലങ്ങനെ ഞാൻ പേടിപ്പിച്ചല്ലോ. അതിപ്പോ ഏതാ? അതോ, ഞാൻ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ വശീകരിക്കാൻ വേണ്ടി പല വേഷങ്ങൾ നടക്കാറുണ്ട്. ഞാൻ ഒലക്കമല ചെറിയ നിർത്ത്. ആജാതി ബഹീകരണത്തിലും ഞമ്മൾ പോകൂല. മനസ്സിലായ എനിക്ക്? ആക്കെ പോട്ടെ. ഏതായാലും ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട സിദ്ദിഖാന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാ. എന്നാലും ഞാനോ യക്ഷിയല്ലേ? ഇഞ്ചൊന്നും മുണ്ടാ ചിലക്കാൻ പോയിക്കാവുന്നു. അതിന്റെ ഒരു യക്ഷി. എനിക്ക് വല്ല കാറ്റുണ്ടോ? ഇഞ്ചിന്റെ കാര്യം ഒന്ന് ആലോചിക്ക. 10 കുട്ടികളുണ്ടിച്ച്.
ഐറ്റങ്ങളെ സ്കൂള് മദ്രസ് എല്ലാ കൊണ്ടാൻ വേണ്ടി പെരീക്കിൽ അരി സാധനം റേഷൻ പീടിക്കും ഇനി അങ്ങോട്ട് പോകാല്ല കറന്റും ബില്ലും അതും ഇതും ഞാൻ അപ്പൊ തലക്ക് പിരാന്തായിട്ട് ഒരു സമാധാനത്തിന് കാട് അരിയൊക്കെയാണ് അപ്പൊ എന്നിട്ട് ഓള് അനക്ക് പെത്ത അങ്ങനെ പറഞ്ഞ ആൾക്കാരെ പേടിപ്പിച്ച് നടന്നാൽ മതിയല്ലോ വല്ല കാറ്റുണ്ട് എനിക്ക് തേച്ചാണോ അവരോട് ആക്കെ പോട്ടെ മറ്റേ നമ്മളാ നീലി അറിഞ്ഞൊരു പമ്പർ നോക്കി ഉണ്ടായില്ലോ കുറച്ച് മുന്നേ ചെറുപ്പത്തിലൊക്കെ ഓളെ ഇനി ഇങ്ങനെ പേടിപ്പിച്ച ആൾക്കാരെ ചോരയും കുറിച്ചൊക്കെ നടന്നിന് ഓളെ വലിച്ച വിവരം ഉണ്ടപ്പോ നീലിയമ്മ നിങ്ങൾ അറിയോ പിന്നെ എന്റെ ചെറിയമ്മയാണ് അന്റെ ചെറിയമ്മയാ എത്തപ്പോളാ വിവരം ഓള് മരിച്ചു അതപ്പോ ദീനത്ത് കിടക്കുക വജാതെ കിടക്കാണ് ഇപ്പൊ കാലുവേദനയാണ് ഈ കാട്ടുകൂടെ ഇങ്ങനെ നടന്നിട്ടേ കാലിന് തീരെ സുഖല്ല മുട്ടുവേദനക്കാരോ അതിന് കുറച്ച് മുട്ടിക്കുളങ്ങര വാങ്ങി കൊടുത്താ പോരെ അതുകൊണ്ട് എന്തോ ഒരു ആശ്വാസം ഞാനൊക്കെ പകുതി തേച്ചിട്ടല്ല നടക്കണത് അല്ല മക്കളൊന്നും കൊടുക്കൊന്നുമില്ല ഓക്ക് കുട്ടികളിപ്പോ നോക്കല്ല ഓല കാര്യം നോക്കി പോവലാണ് ഇപ്പൊ ഹൈ ഹൈ എന്ത് ജാതി മക്കളാണ് ഒക്കെ അല്ല ദത്താപ്പം എന്നിട്ട് ഓള് ചെലവിനൊക്കെ കാട്ടുക എനിക്ക് കിട്ടണ ചോരേന്ന് ഞാൻ കുറച്ച് കൊണ്ടുപോയി കൊടുക്കും പാവാണ് കേട്ടോ എച്ചള കാര്യം കട്ടപ്പോക്കിയാണല്ലേ അപ്പൊ മൗത്തയച്ചില്ല ഹയാത്തിലുണ്ട് ഇപ്പോഴും ആള് അല്ല അജയരെ നിങ്ങൾ എന്തിനാ ഈ കാട് കയറി വന്നിട്ടുള്ളത് പൊന്നാരെ എച്ചി അതിന്റെ ഒന്നും വർത്താനം പറയണ്ട ഇഞ്ച അയലോക്കത്തെ പെരയില് ടൈൽസിന്റെ പണി ഇറക്കുന്നുണ്ട് ഇഞ്ച പമ്പർ നോത്തി അവിടെ പോയി കാണ്ട് അത് കണ്ടും ഭയങ്കര ദുൽമിഞ്ഞോട് ഒച്ചയും പുളിയും ഓല് ബാംഗ്ലൂരിനാണ് ഓരോ ടൈല് കൊണ്ടുവന്നിക്കുക ഞാനും അത് നമ്മളെ പെരയ്ക്ക് അതേമാതിരി കൊണ്ടുവരണമെന്ന് ഞാൻ ഈ വയസ്സുകാലത്ത് ബാംഗ്ലൂർക്ക് പോകാൻ നിൽക്കുക താലക്ക് പിരാന്തായിട്ട് ഞാൻ കാട്ടിക്കട കഴിയതാ അപ്പളാ അഞ്ചേ പണ്ടാറക്കല് അല്ല അജയരെ നിങ്ങൾക്ക് ആ സഹാറയ്ക്കാണ് പോയാ പോരുന്ന ഇജ്ജ് തിരക്കടില്ല ഇജ്ജ് പോലിയിലാറെ വലിയ ദുൽമ ഓലിഞ്ഞോട് ബാംഗ്ലൂർക്ക് പോകാനാ പറഞ്ഞേ ഇജ്ജ് സഹാറ മരുഭൂമിക്ക് അപ്പഞ്ഞ വിടണേ ഇതെത്ര ദൂരം ഉണ്ട് അങ്ങോട്ടൊക്കെ തീരെ തച്ചോറില്ല എനിക്ക് വെറുതെ അല്ലാന്നെ എച്ചയെന്ന് വിളിച്ചണേ പൊന്നാരാജാരെ നിങ്ങളോട് ആരെയാ പറഞ്ഞു സഹാറ മരുഭൂമിക്ക് പോവാന് നിലമ്പൂരെ സഹാറ സ്റ്റോൺസ് പറഞ്ഞ നല്ല ടൈൽസിന്റെ കട ഉണ്ട് അവർക്ക് ഇങ്ങോട്ട് ചെന്നാ മതി അവിടെ ഗ്രാനൈറ്റും ടൈൽസും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഏത് വിധമാണെങ്കിലും കൊണ്ടുവരാം ഇജ്ജ് എച്ചാണെങ്കിൽ എനിക്ക് നല്ല വിവരം ഉണ്ടല്ലോ ഏതായാലും എന്നെ കണ്ട് നന്നായിട്ടോ എന്നാ ഞാനാ പോട്ടെ കേട്ടോ നമുക്ക് പിന്നെ കാണാം പിന്നെ ഞാൻ കുറച്ച് ചോരൻ വീടുന്നുണ്ട് പാർസലായിട്ട് ഇപ്പൊ അതൊക്കെയാണല്ലോ മോഡല് ഏതായാലും ഇപ്പൊ എച്ചിനെ കണ്ടുകൊണ്ട് പെരീത്തെ കച്ചറ തീർന്നല്ലോ സമാധാനം ഇതാണ് ഇപ്പൊ പറഞ്ഞ സഹാറ അസ്സലാമലൈക്കും വലൈക്കും സലാം എന്തൊക്കെ വർത്താനം നല്ല വർത്താനം സുഖല്ലേ അല്ല മോനെ ഇവിടുത്തെ ടൈൽസ് ഒക്കെ നല്ല നിലവാരമുള്ളതാണ് കേട്ട് അത് പിന്നെ പറയാണ്ടോ എന്താ പെരപ്പണി ഉണ്ടോ അല്ല മോനെ ഞമ്മളെ വീട്ടിലെ ഹോം മിനിസ്റ്ററെ ഒന്ന് സന്തോഷിപ്പിക്കാനാ ഹോം മിനിസ്റ്ററോ ആടോ ഞമ്മളെ കെട്ടിയോളെ ആഴ്ചമ്മ ഓൾ ഇന്നലെ നമ്മളെ അയലോക്കത്ത് സുലൈമാന്റെ കൂടിയൊക്കെ ഒന്ന് പോയിക്കണം അവിടെ ഇപ്പൊ പെരപ്പണി നടക്കുകയാണല്ലോ അപ്പൊ അവിടെ കുറച്ച് ടൈലൊക്കെ ഇട്ടിക്കണം അത് കണ്ടപ്പോ തുടങ്ങിയ ദുൽമാണോക്ക് ഞമ്മളോടൊപ്പം രണ്ടാമത്തോന്റെ പെരപ്പണി നടക്കുകയാണല്ലോ അപ്പൊ സുലൈമാന്റെ അതേ ടൈൽ തന്നെ ഞമ്മക്ക് മാണെന്ന് ജാതിയതാ തിരിച്ചിക്കണ എനിക്ക് അപ്പൊ അജയരെ നിങ്ങൾക്ക് അവിടെ ഇട്ട ടൈലല്ല വേണ്ടത് അതില് മുന്തിയ ടൈലാണ് നിങ്ങൾക്ക് വേണ്ടത് എനിക്ക് കാര്യം തിരിഞ്ഞിക്കണ് അതിന്റെ പേര് പറഞ്ഞിപ്പോ ഒന്നാം പെണ്ണുങ്ങളോടും രണ്ടാം പെണ്ണുങ്ങളോടും കച്ചറ കൂടി ഞാൻ കുറുവങ്കാട് കയറി വരിക അവിടുന്നാണ് ഞാൻ ഇവിടെ ഇങ്ങനെ സഹാറ എന്ന് പറഞ്ഞൊരു കട ഉണ്ട് എന്നില്ല വിവരം അറിയണേ കുറുവങ്കാട്ടുന്നോ അത് പറ പറഞ്ഞങ്ങളോട് അതൊന്നും ഇപ്പൊ അറിയണ്ട ഇപ്പൊ ഇവിടെ ടൈലിന് കാണിക്കാട്ടിക്ക നിങ്ങൾ വരി ചെറുതൊക്കെ എങ്ങനെയുണ്ട് തിരക്കടില്ല നല്ല സാധനം ഞമ്മളെ പേരക്കുട്ടികൾ വരുമ്പോ വാന്ന് പറയണം വെറ്റിലടിച്ച് തുറച്ചളാ ഞമ്മളെ മരിയക്കൾ വരുമ്പോ മാസം അല്ലാണ്ട് തലയിൽ കജ്ജക്കണം അജാതി മുതലാണ് ഞമ്മക്ക് വേണ്ടി അതൊക്കെ മതി അത് മതി അജയരെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്ര വിലക്കുറവിൽ ടൈൽ കിട്ടുന്ന സ്ഥലം വേറെ എവിടെയില്ല അത് മാത്രല്ല EMI സൗകര്യം ഉണ്ട് ഇവിടെ ഇജ്ജമ്മായോ അതാരാ ഇജ്ജമ്മായി അല്ല തവണ വ്യവസ്ഥയിലും ടൈലിംഗ് ഇവിടുന്ന് എടുക്കാന്ന് ഞാൻ ഇജ്ജമ്മായി കാര്യമായി ഒന്നും നമ്മക്കറിയാം ഞാൻ കുറച്ച് കായാണ് തരും ഞമ്മക്ക് കുറച്ച് നല്ല സാധനങ്ങളാണ് തരിക അതിന് ഗ്രാനൈറ്റിനായിട്ട് ഞങ്ങൾ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അല്ലാ ഗ്രാനൈറ്റ് ഒക്കെ എത്ര തോനെ കളക്ഷപ്പെടുണ്ടെന്നില്ല ഞമ്മക്കറിയില്ല കേട്ടോ ഇന്റെ അയലൊക്കെക്കാരുണ്ട് പൊട്ടം കുഞ്ഞുമണി ബാംഗ്ലൂർ പോയിക്കണേ ഗ്രാനൈറ്റിനെ കാര്യം പൊട്ടം വീടുകൾ മനോഹരമാക്കാൻ മികച്ച ടൈൽസുകൾ തിരഞ്ഞെടുക്കുക കിടിലൻ ഡിസൈനുകൾ സൂപ്പർ ഓഫറുകളോടെ എന്നും സഹാറ നിങ്ങൾക്കൊപ്പം
സഹാറ സ്റ്റോൺസ് നിയർ തേക്ക് മ്യൂസിയം, കരിമ്പുഴ, നിലമ്പൂർ.